ബാങ്ക് നിഫ്റ്റിയിൽ 15/7/2025 അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നോക്കാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ 11-ാം തീയതിയിലുള്ള ബാങ്ക് നിഫ്റ്റിയിൽ അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടേക്കാണ് ചെയ്തത്. 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക്. അപ്പം നാളെ ബിഹേവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 1 അവറിൽ നിന്ന് സ്വിച്ച് ചെയ്ത് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തേക്കുവാണ്. ഈ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തേക്കുന്ന ഓർഡർ ബ്ലോക്കിൽ നിന്ന് നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്ന് മാർക്കറ്റ് ആണെങ്കിൽ ഓടി കയറി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് താണ്ടി ഏകദേശം ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഈ വോളിയം ഇംബാലൻസ് ഉണ്ട്. ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണ്. ഈ വോളിയം ഇംബാലൻസിന്റെ ഇവിടെ വോളിയം ഇംബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും നിങ്ങൾക്ക് വോളിയം ഇംബാലൻസ് എന്താണെന്നുള്ളത്. ഈ വോളിയം ഇംബാലൻസിന്റെ ഇതിനെയും കൂടെ മിതിഗേറ്റ് ചെയ്ത് വോളിയം ഇംബാലൻസിനെ കവർ ചെയ്തതിന് ശേഷം നാളെയാണെങ്കിൽ മാർക്കറ്റ് വീഴാൻ പോകുന്നത് ഇവിടെ ഭാഗത്തേക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഏകദേശം ഭാഗത്തേക്ക് വരും. വന്നിട്ട് ഒരു 82 പോയിന്റ് SL കൊടുത്തുകൊണ്ട് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടേക്കായിരിക്കും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ കവറേജ് ആയിരിക്കും. ഇവിടെ ഒരു താഴ്ന്നാണെങ്കിൽ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇന്റേണൽ ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയുടെ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യും. ഫുള്ള് വീഴാൻ സാധ്യതയുണ്ട്. അതായത് 200 പോയിന്റ് ടാർഗറ്റ്, 82 പോയിന്റ് SL ഫ്യൂച്ചർ ചാർട്ടിൽ വെച്ചുകൊണ്ട് 200 പോയിന്റിന്റെ ടാർഗറ്റ് ഫ്യൂച്ചർ. 80 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 48-50 പോയിന്റുള്ള SL നമ്മുടെ അറ്റ് ദ മണിയിൽ ഒരു 50 പോയിന്റുള്ള SL കൊടുത്തുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുകയും ചെയ്യും. 50 പോയിന്റുള്ള SL കൊടുത്തുകൊണ്ട് ഞാൻ ടാർഗറ്റ് എടുക്കാൻ പോകുന്ന ഒരു 130 പോയിന്റോളം ടാർഗറ്റ് എടുക്കും. അറ്റ് ദ മണിയിൽ എടുക്കുന്ന പോയിന്റ് ഒരു 130. പക്ഷെ അന്നത്തെ ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ 130 അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. പിന്നെ നാളത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ അനുസരിച്ച് ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഞാൻ ചെയ്യുന്നത് പറയുമ്പോഴത്തേക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ 1 അവറിലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ പകുതി എത്തുമ്പോഴത്തേക്ക് ഞാൻ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്ത് തുടങ്ങും. എക്സിറ്റ് ചെയ്ത് കുറച്ച് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തിട്ട് ബാക്കി ഹോൾഡ് ചെയ്യും. അപ്പൊ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നാളെ എന്റെ ബിയറിഷ് വ്യൂ ആണ് ചെയ്യുന്നത്. അതെന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയായിരിക്കും എന്റെ ഫസ്റ്റ് ടാർഗറ്റ്. അതായത് ടാർഗറ്റ് 1 എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. അടുത്ത എന്റെ ടാർഗറ്റ് 2 എന്ന് പറയുന്നത് ഇതെല്ലാം എടുത്ത് ഈ ലിക്വിഡിറ്റിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ടാർഗറ്റ് 2 എന്ന് പറയുന്നത്. ടാർഗറ്റ് 1 ആണ് എൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ടാർഗറ്റ്. ടാർഗറ്റ് 2-ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ടാർഗറ്റ് 2 ഇതെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റ് താഴെ ഒരു 1 അവറിന്റെ OB ഫുള്ള് എടുത്തിട്ടില്ല. അപ്പൊ ഇത് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് വരും. ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഇവിടേക്ക് വരാം. വന്നപ്പം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് ചാടിക്കയറി ആൾക്കാർ ട്രേഡ് ചെയ്ത് എടുക്കണം. അപ്പൊ ഇതൊന്ന് വെയിറ്റ്, ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് കാണിച്ചതിന് ശേഷം ഈ ഒരു ഇവിടെ ഒരു 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ വാലിഡ് ആയി എടുക്കാൻ അത്രയ്ക്ക് അങ്ങ് കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ തൊട്ട് താഴെ ഒരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് കിടപ്പുണ്ട് 1 അവറിന്. അപ്പം മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പം മാർക്കറ്റ് ഇവിടെ ഒന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് കാണിക്കും. റിവേഴ്സ് കാണിച്ചിട്ട് പോയിന്റ് കുറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ഡീക്കെ സംഭവിക്കുന്ന കാര്യം ഇവിടെ വരുമ്പോൾ കുറെ ടാർഗറ്റ് അങ്ങ് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മാർക്കറ്റ് ഇവിടെ നിന്നും വീണ്ടും താഴേക്ക് വരാം. താഴേക്ക് വന്ന് ഇങ്ങനെ വന്നതാ ഈ ഒരു ടാർഗറ്റും വന്ന് അടിച്ചുകൊണ്ട് താഴോട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രോപ്പർ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് പോകാനാണ് അനാലിസിസ് നടന്നത്. ഇനി നാളെ ഒരുപക്ഷെ മാർക്കറ്റ് ആണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് ഇതേപോലെ ആണെങ്കിൽ മാർക്കറ്റ് ആണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം മാർക്കറ്റ് ആണ് ഇങ്ങനെ വന്ന് താഴേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, 4 അവറിന്റെ ഓർഡർ ബ്ലോക്കുകളും ഉണ്ട്. അപ്പൊ ഞാൻ പഴയ ദിവസങ്ങളിൽ ഞാൻ അനാലിസ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ ഇതിന്റെ ഇവിടെ വന്നിട്ട് ഈ ഓർഡർ ബ്ലോക്കുകൾ രണ്ടിലും ഈ സെക്കൻഡ് ഓർഡർ ബ്ലോക്ക് താഴത്തെ ആ ചെറിയൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിനകത്ത് മെഡിക്കേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇന്നത്തെ ലിക്വിഡിറ്റികളെ എടുക്കാൻ ടാർഗറ്റ് ചെയ്യും. ഈ വോളിയം ബാലൻസ് കവർ ചെയ്യും. താഴ്ന്ന് എടുത്ത് വന്നാൽ ഈ വോളിയം ബാലൻസിനെ കവർ ചെയ്യാനുള്ള ചാൻസ്. പക്ഷേ
ഞാനിതാ ഈ ഒരു ലിക്വിഡിറ്റി റേഞ്ചിന്റെ ഇവിടം വരെ ടാർഗറ്റ് ചെയ്യും. താഴ്ന്നുള്ള ട്രേഡാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, താഴ്ന്നുള്ള ട്രേഡ് ആണെങ്കിൽ പോലും ഞാനാണെങ്കിൽ അതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്ന ചില പോയിന്റ് എസ് എൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു പോയിന്റ് ഉണ്ട്. താഴേക്കാണെങ്കിൽ 150 പോയിന്റ് എസ് എൽ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. 150 പോയിന്റ് ഒരു എസ് എൽ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ പിന്നെ ഈ എഫ് വി ജിയുടെ പകുതി വരുമ്പോഴൊന്നും ഞാൻ നാളെ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കത്തില്ല. ഇപ്പം ഇവിടുത്തെ 140 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 100ഓളം പോയിന്റ് എസ് എൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ഇതാ ഇത്രയും ടോപ്പുള്ള 400 പോയിന്റ് തന്നെ ടാർഗറ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 400 പോയിന്റ് എന്ന് പറയുമ്പോൾ താഴ്ന്ന സൈഡ് മേളിലേക്ക് 400 സൈഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആഹ് ആഹ് ഒരു 270 പോയിന്റോളം നമ്മുടെ 270 ആയിരിക്കില്ല, അവിടുത്തെ 300 പോയിന്റോളം അടുപ്പിച്ച് ടാർഗറ്റാണ് ഉദ്ദേശിക്കുന്നത്. 270 പോയിന്റ് മിനിമം എന്തായാലും പിടിക്കാൻ ഉദ്ദേശിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഞാൻ എന്താണ് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ ആണെങ്കിൽ വരുമ്പോഴത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റി എക്സിറ്റ് ആയിക്കൊണ്ടായിരിക്കും നമ്മൾ മേളിലായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ താഴെന്നുള്ള സൈഡ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും. ഇന്നത്തെ ഈ ഒരു ക്യാൻഡലിന് ഇവിടെ വയ്ക്കായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ടോപ്പിലുള്ള ഈ ഒരു ക്യാൻഡിൽ ഇന്നത്തെ ക്യാൻഡിലിന്റെ ഇവിടുത്തെ ഒരു സ്വീപ്പ് ചെയ്ത ഈ ക്യാൻഡിലിന്റെ ഇവിടെ അടുത്ത തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പോയിന്റ് ചെറിയ ചെറിയ പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ മാക്സിമം ഇവിടേക്കായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എന്റെ രണ്ട് സൈഡിലേക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്.